ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കാനാണ് കേട്ടോ. ഈ മാസം 4-ാം തീയതി തമ്പുവിൻ്റെയും 7-ാം തീയതി വേദുവിൻ്റെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ അതൊന്ന് ചെറുതായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. സൈക്കിളാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അബുദാബിയിലുള്ള സമയം തൊട്ടേ തമ്പു പറയുന്നുണ്ട് സൈക്കിള് വേണമെന്ന്. അപ്പോൾ ഞാനാണ് പറഞ്ഞത് ഇപ്പോഴേ വാങ്ങിക്കേണ്ട, എന്തെങ്കിലും ബർത്ത്ഡേ അതുപോലെ എന്തെങ്കിലും വിശേഷം വരുമ്പോൾ നമുക്ക് വാങ്ങിക്കൊടുക്കാം, ഒന്നുകൂടെ പക്വത വരട്ടെ എന്നിട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഇപ്പോൾ തമ്പുവിന് 5ാമത്തെ ബർത്ത്ഡേ ആണ് വരുന്നത്, വേദുവിന് 3 വയസ്സുമായി. അപ്പോൾ രണ്ടുപേർക്കും കൂടെ സൈക്കിൾ വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. സൈക്കിൾ വാങ്ങാൻ ടൗണിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ തണ്ണീർപ്പന്തൽ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിപ്പോൾ അതാ തണ്ണീർപ്പന്തലുള്ള ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. മിറാക്കിൾ മാർക്കറ്റിംഗ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. അവിടേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉള്ള നല്ലൊരു ഷോപ്പാണ് കേട്ടോ. ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള സൈക്കിൾ ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എപ്രാവശ്യത്തെയും പോലെ തമ്പുവിൻ്റെ ഫേവറേറ്റ് പിങ്കും വേദുവിൻ്റെ ഫേവറേറ്റ് പച്ചയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. 2 സൈക്കിളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ സെലക്ട് ചെയ്യാൻ നിൽക്കുകയാണ്. തമ്പു ഞങ്ങളുടെ കൂടെ ഇല്ല കേട്ടോ. തമ്പു അച്ഛമ്മേൻ്റെ കൂടെ നവരാത്രി പരിപാടി കാണാൻ രേഖമേമേൻ്റെ അവിടെ പോയതാണ്. അപ്പോൾ വേദു പക്ഷേ കറക്റ്റ് ആ സമയമായപ്പോൾ തന്നെ ഉറങ്ങി. അവനറിഞ്ഞില്ല സൈക്കിൾ സെലക്ട് ചെയ്തതും വാങ്ങിയതൊന്നും അവനറിഞ്ഞില്ല. പിന്നെ കുഞ്ഞിക്കുട്ടി ഉണ്ട്, ഏട്ടനും ചേച്ചിക്കും സൈക്കിൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ട് കേട്ടോ. അവൾ മാത്രമാണ് ഈ വാങ്ങിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേരുടെ ഹൈറ്റും ഏകദേശമൊക്കെ നോക്കിയിട്ട് 2 സൈക്കിൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് പച്ചയും പിങ്കും തന്നെ കിട്ടിയിട്ടുണ്ട്. തമ്പുവിന് ഇതുപോലെ ബാക്കിൽ ഒരു സപ്പോർട്ടിങ് സീറ്റൊക്കെ ഉള്ളതായിരുന്നു ആവശ്യം, അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് സെലക്ട് ചെയ്ത് വെച്ചു. അത് ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, പിറന്നാളിൻ്റെ ദിവസം അല്ലെങ്കിൽ തലേ ദിവസം വന്ന് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതിവിടെ പേയ്മെൻറ്റൊക്കെ ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഇനി ഞങ്ങൾ പോകുന്നത് തമ്പുവിനെ കൂട്ടാനാണ്. അപ്പോൾ ഇതാ പോകുന്നതിൻ്റെ ഇടയ്ക്ക് വേദു എണീറ്റിട്ടുണ്ട് കേട്ടോ. നമ്മള് സൈക്കിൾ വാങ്ങിയില്ലല്ലോ വേദു. സൈക്കിൾ എപ്പോഴാ വാങ്ങുക? നാളെയാ? നാളേക്ക് വലുതാവോ വേദു? അപ്പൊ ഏത് കളർ സൈക്കിളാ വേണ്ടേ? പച്ചയുണ്ട്. ആണോ? പച്ച ഇഷ്ടം? അപ്പൊ തമ്പു ചേച്ചിക്കോ? പിങ്ക്. നമ്മളിതാ രേഖമേമിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി വരുന്നത് കണ്ടപ്പോൾ തമ്പു ആദ്യം കൊലായിൽ വന്ന് നോക്കുന്നുണ്ട്. തമ്പുവിന് ആദ്യം മനസ്സിലായില്ല കേട്ടോ ഞങ്ങളാണെന്നുള്ളത്. മനസ്സിലായപ്പോൾ ചിരിച്ചുകൊണ്ട് ഓടി വരുമായിരുന്നു. വാവേനെ കുറേ ദിവസമായിട്ട് കാണാത്തതിനുള്ള വിഷമം മൊത്തം അവൾ കളിപ്പിച്ച് തീർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. എന്നിട്ട് ഇത് അമ്മേനെയും തമ്പുനെയും കൂട്ടിയിട്ട് പോവുകയാണ്. അവിടെ അമ്പലത്തിൽ നവരാത്രി പരിപാടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനിയൊരു വീഡിയോയിൽ കാണാം. ബൈ.